വിശുദ്ധ കുർബാന അത് സ്വീകരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നാം മനസ്സിലാക്കണം, അനേകം കുഞ്ഞാളുകളുടെ കണ്ണുനീരിൻ്റെ ആത്മീക അനുഭവത്തെയാണ് നാം നമ്മുടെ ഹൃദയത്തിൽ സ്വരുക്കൂട്ടുന്നത്. അത്രമേൽ തീക്ഷ്ണമായ ഒന്നാണ് എന്ന് നാം ഓരോ നിമിഷവും ഈ അഗ്നി നാവിലേക്ക് പകരുമ്പോൾ ഓർക്കണം. പക്ഷെ അലക്ഷ്യമാണ്. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും അതിൻ്റെ പിമ്പിലുള്ള ഒരുക്കവും അതിനെ തുടർന്ന് ആചരിക്കേണ്ട അനുഭവങ്ങളൊക്കെ അലക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, അലക്ഷ്യതയോടെ അല്ല, ഒരുക്കത്തോടെയാകണം ഈ വിശുദ്ധ കുർബാനയെ നാം സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. ഈ കഥ അല്പം കൂടെ മുമ്പോട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതാനുഭവങ്ങളിൽ ഈ വിശുദ്ധ കുർബാന എന്ന ഈ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അനുഭവത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേൽ മക്കള് മോശയോട് പിറുപിറുക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? പട്ടിണിക്കിട്ട് കൊല്ലുവാനാണോ? വെള്ളം തരാതെ കൊല്ലുവാനാണോ? ആ എച്ചിൽ പാത്രങ്ങളിൽ കടന്ന് എന്ത് സ്വസ്ഥമായി ഞങ്ങൾ ജീവിച്ചു, ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനായി ഞങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത് ചോദിച്ച് പിറുപിറുക്കുമ്പോൾ മോശ തിരിച്ചു നൽകുന്ന ഒരു മറുപടി ഉണ്ട്. ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ എഴുതി നിങ്ങൾ വായിക്കേണ്ട വാക്യമാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 8-ാം വാക്യവും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിന് എതിരെയാണ്. മോശ തിരിഞ്ഞ് നിന്ന് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്നോടെന്തിനാ ഈ പരിഭവവും സങ്കടമൊക്കെ പറയുന്നേ? ഞാനാണോ നിങ്ങളെ വിളിച്ചോണ്ട് വന്നേ? ഞാനൊരു നിമിത്തം മാത്രമാ. നിങ്ങളെ വിളിച്ചോണ്ട് വന്നത് ഞാനല്ല. നിങ്ങൾ സങ്കടം പറഞ്ഞാൽ, പരാതി പറഞ്ഞാൽ അതെന്നോടല്ല പറയുന്നത്. പിന്നെയോ ഈ യാത്രയ്ക്ക് ഒരു അതോറിറ്റി ഉണ്ട്. ഈ യാത്രയ്ക്ക് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയോടാണ് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ തോന്നുമ്പടി ഉപയോഗിക്കുവാൻ സാധ്യമല്ല. കാരണം ഈ ശരീരത്തെക്കുറിച്ച്, ഈ യാത്രയുടെ ഓരോ യാത്രികനെ കുറിച്ചും ബോധ്യമുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അതാരാണ്? സ്വർഗസ്ഥനായ ദൈവമാണ്. അപ്പം നമ്മൾ പറയും, എനിക്കിഷ്ടമുള്ള പോലെ, ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, നമുക്ക് അധികം സമ്പാദ്യം ഉണ്ടായതുകൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ മനോഹരമായ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ മേടിച്ചു. ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ ഫ്രിഡ്ജിനൊപ്പം എന്ത് കിട്ടും? അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ കുറിപ്പൂടെ കിട്ടും, അല്ലേ? ഞാൻ ഈ ഫ്രിഡ്ജ് മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഭയങ്കര ചൂട്. ഞാൻ പറഞ്ഞു, 1.5 ലക്ഷം രൂപ എടുത്ത് മേടിച്ച ഫ്രിഡ്ജിന് ഇവിടെ ഇരിക്കുമ്പോൾ ഈ ചൂടത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ 2 ഫ്ലോറും ഫ്രിഡ്ജിൻ്റെ 2 ഡോറും തുറന്നിട്ടിട്ട് ഹാളിൽ പത്രം വായിച്ചിരിക്കാൻ തുടങ്ങി. കുറച്ചു നേരം തണുപ്പടിച്ചു. പതുക്കെ തണുപ്പൊക്കെ നിന്നു. ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചു, ഫ്രിഡ്ജ് തണുക്കുന്നില്ല. ഇല്ല മേഡം, അങ്ങനെയല്ല, തണുക്കുന്നില്ല, നിങ്ങൾ വന്ന് നോക്കൂ. അപ്പോൾ കസ്റ്റമറിൽ നിന്ന് ആൾ വന്നു. അല്ല മാം, ഇത് തുറന്നിട്ടിരിക്കുന്ന എന്താണ്? അത് 1.5 ലക്ഷം രൂപ മേടിച്ച് ഞാൻ മേടിച്ചതാ. അതെനിക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കസ്റ്റമർ സർവീസുകാരൻ പറയും, മാം, നിങ്ങളുടെ ഫ്രിഡ്ജാണ്, ശരി തന്നെ, നിങ്ങൾ കാശ് കൊടുത്തു, പക്ഷേ ഇത് തോന്നുന്ന പോലെ ഉപയോഗിക്കുവാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ യാത്രയാണ്, പക്ഷെ തോന്നുന്ന പോലെ ഈ ജീവിതത്തെ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ യാത്രയ്ക്ക് ഒരു അതോറിറ്റി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും കൃത്യമായി ബോധ്യമുള്ള ഒരുവൻ സ്വർഗത്തുണ്ട്. അവന്റെ നിശ്ചയത്തിന്, അവൻ എഴുതി തന്ന കുറിപ്പിന് വിരോധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സങ്കടത്തിനും അവൻ എങ്ങനെയാ പരിഹാരം പറയുക? നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ദൈവമേ എനിക്ക് എന്താ ഇങ്ങനെ തന്നെന്ന് ചോദിച്ചാൽ ദൈവം തിരിച്ചു ചോദിക്കും, മോനെ ഞാൻ തന്ന കുറിപ്പ് എന്തിയേ? അതുപോലാണോ നീ ജീവിച്ചത്? അല്ല. ഇതിനൊരു അതോറിറ്റി ഉണ്ട്. കുഞ്ഞാടിന്റെ രക്തം എന്നത് വിശുദ്ധ കുർബാന എന്ന് നാം ഹൃദയം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ കുർബാന അലക്ഷ്യമായി സ്വീകരിക്കണമെന്നൊരു ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, അയോഗ്യമായി ഇത് ഭക്ഷിക്കുന്നവനൊക്കെ ഇതെന്താകും? ഒരു പ്രതിസന്ധി ഘട്ടത്തിന്റെ അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടെ ഞാൻ നിങ്ങളോട്, മോശ അനുഭവത്തിൽ നിങ്ങൾ എടുക്കണ്ട. വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ സ്വീകരിച്ചില്ല എന്നതേ ഉള്ളൂ മക്കളെ. പക്ഷെ കുർബാന സ്വീകരിച്ചിട്ട് അലക്ഷ്യമാക്കിയാൽ സ്വജീവിതത്തിന്റെ അനുഭവത്തെ ഒത്തിരി നൊമ്പരത്തോടെ അത് ബാധിക്കും. വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ മാത്രം സ്വീകരിക്കേണ്ടതാണെന്ന് വിശുദ്ധ കുർബാന. ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഇഷ്ടമുള്ളപ്പോൾ വന്നു കയറി
ഇഷ്ടമുള്ളപ്പോൾ എടുത്തിട്ട് പോയി, അച്ഛാ ഞങ്ങൾ ദൂരേന്ന് വരുന്നവരാ, കുർബാന തീർന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എനിക്ക് മാത്രം തന്നാൽ മതി എന്ന് നിരക്കുന്ന ആത്മീയ അനുഭവമല്ല കുർബാന. തീർച്ചയായും ഈ കനാൻ യാത്രയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് മോശ നമ്മോട് പറയുകയും പിതാക്കൻ നമ്മോട് ശാഠ്യം പിടിക്കുകയും ചെയ്ത ഒന്നാമത്തെ ദളം എന്താണ്? കുഞ്ഞാടിന്റെ രക്തം. അതെന്താണ്? വിശുദ്ധ കുർബാന. രണ്ടാമത്, ഈ കനാൻ യാത്രയിൽ നിങ്ങൾ കരുതേണ്ടുന്ന രണ്ടാമത്തെ വസ്തുവാണ് പുളിപ്പ്. സ്നേഹിതരെ, ഈ കനാൻ യാത്രയിൽ പുളിപ്പിനേറെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലും സഭാജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പുളിപ്പിനേറെ പ്രാധാന്യമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്നലെ ഒരുക്കി വെച്ച തൈരാണ് ഇന്നത്തെ മോര്, അത് പുളിപ്പാണ്. ഇന്നലെ കരുതി വെച്ച വിദ്യാഭ്യാസമാണ് നമ്മളെ ഇന്ന് ഈ നിലയിലാക്കിയത്, എങ്കിൽ അത് പുളിപ്പാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് അലമാരിയിൽ നാം സ്വരുക്കൂട്ടി വെക്കുന്നതൊക്കെ പുളിപ്പാണ്. കാരണം അത് നാളേക്ക് വേണ്ടി വിനിയോഗിക്കാൻ കരുതി വെക്കുന്ന, അതാണ് പുളിപ്പെന്ന വാക്കിന്റെ അർത്ഥം. ഇന്നുണ്ടായതിൽ നിന്ന് മിച്ചം വെക്കുകയോ നാളെ കരുതി മാറ്റി വെക്കുകയോ ചെയ്യുന്നതൊക്കെ എന്താണ്? പുളിപ്പാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴും ഈ പുളിപ്പിന്റെ ഒരു മനോഹാരിതയുണ്ട്. ദൈവം ശരിക്കും സൃഷ്ടി ഉണ്ടാക്കിയത് പുളിപ്പെടുത്താണ്. ദൈവം ഒന്നാം ദിവസം ഒരു സൃഷ്ടി ഉണ്ടാക്കി, എന്നിട്ട് ചെങ്ങായി പോയി കയറി കിടന്നുറങ്ങി. രണ്ടാം ദിവസം എണ്ണീറ്റ് ദൈവം സൃഷ്ടി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒന്നാം ദിവസം ഉണ്ടാക്കി വെച്ചതിന്റെ ബാക്കിയായിട്ടാണ്. അത് കാണണമെങ്കിൽ അഞ്ചാം ദിവസത്തെ സൃഷ്ടി നോക്കിയാൽ മതി. അഞ്ചാം ദിവസം ദൈവം തമ്പുരാൻ ഉറങ്ങി എണ്ണീറ്റ് വന്ന് ആറാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കുന്നത് താൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച മണ്ണിൽ നിന്നാ. ആ മണ്ണിൽ നിന്ന് ദൈവം തന്റെ പുളിപ്പ് ചേർത്ത് മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് ആ മനുഷ്യനെ ഉറക്കി കിടത്തി അവന്റെ പുളിപ്പിൽ നിന്ന് അവനൊരു കൂട്ടുകാരി ഉണ്ടാക്കി. ജീവശൃംഖല ആരംഭിക്കുന്നത് എങ്ങനെയാ? ഈ മനുഷ്യന്റെ ഇവരുടെ പുളിപ്പുകളിൽ നിന്നാണ് പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിച്ചാൽ ദൈവം ഗോത്രം ഗോത്രമായും ചട്ടം ചട്ടമായും ജനവിഭാഗത്തെ വേർതിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. 12 ഗോത്രങ്ങളിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെട്ട പുളിപ്പിനെ വേർതിരിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവം എത്രമേൽ മനോഹരമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പുളിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് കരുതുവാൻ പറയുന്ന ഈ പുളിപ്പ് കൂദാശ ജീവിതമാണ്. ഒന്നാമത് എന്തുണ്ടാകണം? വിശുദ്ധ കുർബാന. അത് നിഷ്ഠയോടെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. 2, കൂദാശ ജീവിതം. ഈ പുളിപ്പ് ഇന്നുണ്ടായതല്ല, പിന്നെയോ പിതാക്കന്മാരിലൂടെ കൈമാറി വന്ന ആത്മീയ അനുഭവമാണ് നാം ഇന്ന് ആചരിക്കുന്ന 7 കൂദാശകളടങ്ങുന്ന നമ്മുടെ ഈ കൗദാശിക ജീവിതം. ഇതൊരു പൊടുന്നനെ ഉണ്ടായി വന്നതല്ല. തീർച്ചയായിട്ടും അതിനോട് നമുക്കൊരു ആത്മീയ ബോധം ഉണ്ടാകണം. ജീവിതത്തിൽ വെന്തുരുകുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരുക്കി തന്ന നിത്യമായ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ വിസ്മരിക്കുന്ന മൂഢന്മാരായി നമ്മൾ എന്ത് ചെയ്യരുത്? മാറരുത്. സ്നേഹിതരെ, അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സങ്കീർത്തനത്തിന്റെ ആദ്യ വരികൾ ആരംഭിക്കുന്നത് എങ്ങനെയല്ലേ? കൂരിൽ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, എന്തെന്നാൽ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മറ്റു സങ്കീർത്തനങ്ങളെയൊക്കെ കളഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന 23-ാം സങ്കീർത്തനത്തിന് ഇത്ര പ്രാധാന്യം? മറ്റു കൊച്ചു കൊച്ചു സങ്കീർത്തനങ്ങളൊക്കെ ഇല്ലേ? പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന സങ്കീർത്തനം ഏതാ? 23-ാം സങ്കീർത്തനം. കാരണം ആ 23-ാം സങ്കീർത്തനത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പുളിപ്പുകളെ കുറിച്ച്, അവനായിരിക്കേണ്ട ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമായി എഴുതി വെക്കുക, പറഞ്ഞു കൊടുക്കുക. മക്കളെ, സങ്കടപ്പെടരുത് ജീവിതത്തിൽ ഒരിക്കലും. ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും കൂടെ ആരുണ്ട്? കൂരിലെ താഴ്വരയിലൂടെ നീ നടന്നാലും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്, ഒറ്റയ്ക്കല്ല, ഭയപ്പെടേണ്ട. ഇത്ര വിശ്വാസത്തോടെയാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. സ്നേഹിതരെ, കയ്പ് നിറയുന്ന ജീവിതാനുഭവങ്ങളിലും ദൈവം നമ്മളെ കരുതുമെന്നുള്ള വിശ്വാസമാണ് ഈ പുളിപ്പിന്റെ, ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും എൻ്റെ ദൈവം എന്നെ കരുതുമെന്നുള്ള ആത്മീക ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് ശരിക്കും നാം ദൈവത്തിന്റെ മക്കളായി മാറ്റപ്പെടുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാമോ, ചെങ്കടൽ കടന്ന് മരുഭൂമി യാത്രയുടെ 1.5 മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ മക്കൾ ആദ്യമായി കലഹിക്കുകയാണ്. വല്ലാണ്ട് ദാഹിക്കുന്നു, നാക്ക് വറ്റി വരണ്ട്. ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല. അവർ മോശയോട് കലഹിച്ചപ്പോ മോശ ദൈവത്തോട് ചോദിച്ചു. മോശ പറഞ്ഞു,
മക്കളെ, ദൈവം എന്നോട് പറഞ്ഞു, ഇതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ തടാകമുണ്ട്, ആ തടാകത്തിൻ്റെ വെള്ളം മതിപോരോളം നമുക്ക് എന്താ കുടിക്കാം അല്ലേ? അങ്ങനെ അവരെല്ലാവരും കൂടെ എവിടെ ചെന്നു? തടാകത്തിൽ ചെന്നു. നിങ്ങളുടെ മനസ്സിൽ മോശ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയ തടാകത്തിന്റെ വിസ്തൃതി എന്തായിരിക്കും? ഈ പള്ളിയുടെ അത്രയും കാണുമോ? ആണോ? ഇതുപോലുള്ള ഒരു 20 പള്ളി ചേർത്ത് വെക്കണം. എത്ര മക്കളുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിച്ചേ? വെപ്രാളപ്പെട്ട് വരിക. ആ വെപ്രാളപ്പെട്ട് വരുന്ന മക്കൾക്ക് കുടിക്കാൻ ചെറിയൊരു തടാകമല്ല, വിസ്തൃതമായ ഒരു വലിയ അനുഭവത്തെയാണ് ദൈവം അവിടെ ഒരുക്കി വെച്ചത്. ഇങ്ങനെ മക്കൾ ആർത്തി പൂണ്ട് വെള്ളം കുടിക്കാൻ വന്നപ്പോഴാണ് ആ മാറായിലെ വെള്ളം എന്തായിരുന്നു? കയ്പുള്ളതായിരുന്നു. സ്നേഹിതരെ, ഇവിടെ ഒരു വലിയ അനുഭവം ദൈവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ജീവിതത്തിൽ കയ്പ് നിറയുന്ന മാറായുടെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മളോട് ദൈവം പറയുകയാണ്, മക്കളെ, നിന്റെ ജീവിതത്തിന്റെ കയ്പ് നിറയുന്ന അനുഭവങ്ങൾ മാറാൻ ഞാൻ നിനക്ക് വേണ്ടി ചില പുളിപ്പുകൾ അവിടെ കരുതിയിട്ടുണ്ട്. മോശയോട് പറയുകയാണ്, ഈ മാറായോട് ചേർന്ന് എന്തുണ്ട്? ഒരു വലിയ വൃക്ഷമുണ്ട്. ആ വൃക്ഷം വെട്ടി നീന്തിയ ആ വെള്ളത്തിലിടുക. ആ വെള്ളം എന്തായി മാറും? മധുരമുള്ളതായി മാറും. എനിക്കിവിടെ 2 അർത്ഥങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊരു ഭൗതിക അർത്ഥമുണ്ട്, ഇതിനൊരു ആത്മീക അർത്ഥമുണ്ട്. ഭൗതിക അർത്ഥം ഇതാണ്. നോക്കുക, ഈ തടാകത്തോട് ചേർന്ന് ഒരു മരം വളരുകയാണ്. സാധാരണ ഒരു മരം വളരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? 2 ആഴ്ച മതിയോ? 2 ആഴ്ച വളർന്നതിനെ മരം എന്ന് പറയാൻ പറ്റുമോ? പെടുന്നതിനെ ഒരു മരം വളരണമെങ്കിൽ എത്ര വർഷം എടുക്കും? 30, 35, 40, ഓക്കെ, 40 വർഷത്തോളം എടുക്കും അല്ലേ? ഒരു വലിയ മരം ഭൂമിയിൽ ഉരുവാകണമെങ്കിൽ 40 വർഷത്തോളം എടുക്കും. ഇന്നലെ 1.5 മാസങ്ങൾക്ക് മുമ്പ് യാത്ര തുടങ്ങിയ ഒരു മക്കൾക്ക് മരുഭൂമിയിൽ വെള്ളം കിട്ടാണ്ട് വരുമ്പോ ആ വെള്ളത്തെ മധുരമുള്ളതാക്കുവാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ മരം നട്ടവനാണ് എൻ്റെ ദൈവം. നിങ്ങൾ വിശ്വസിക്കുമോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോ നമ്മൾ പറയത്തില്ലേ, ഈ ആശുപത്രിയിൽ ഇപ്പം നിങ്ങളെ കൊണ്ടുവന്നത് ദൈവമാണ്. സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞോട് നിങ്ങൾ പറയത്തില്ലേ, ഇപ്പോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. പെടുന്നനെ അല്ല ദൈവം അവനെ അവിടെ കൊണ്ടുവന്നത്. നിനക്ക് ഇന്ന് ഇങ്ങനൊരു സങ്കടം ഉണ്ടാകുമെന്ന് 40 വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ് നീ സങ്കടപ്പെടുമ്പോ നിന്റെ സങ്കടത്തെ തണലൊരുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുവനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് മറന്നുപോരുത്. അതുകൊണ്ടാണ് മലയാളത്തെ മനോഹരമായ വാക്കാണ് തണൽ. ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തണുപ്പേകുന്ന ഇടം. തണുപ്പേകുന്ന ഇടത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? തണൽ. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, അമ്മയൊരു തണല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ തണൽമരം അമ്മയാണ്. അപ്പനൊരു തണലാണ്, അധ്യാപകരൊരു തണലാണ്, കൂട്ടുകാരൊരു തണലാണ്, ദേവാലയം ഒരു തണലാണ്, ദൈവവചനം ഒരു തണലാണ്. കാരണം എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ എനിക്ക് ജീവിതത്തിൽ തണുപ്പേകുന്ന ഇടങ്ങളൊക്കെ എന്താണ്? തണലാണ്. സ്നേഹിതരെ, ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഈ ദേവാലയ അനുഭവത്തിൽ കൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് സ്വരുക്കൂട്ടുക. ജീവിതത്തിൽ മാറായുടെ പ്രതിസന്ധികൾ ഉണ്ടാകും, കയ്പ് നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ കയ്പ് നിറയുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സങ്കടത്തോട് ചേർത്ത് ഈ സങ്കടത്തെ മധുരകരമാക്കുവാൻ ദൈവം നട്ടിരിക്കുന്ന തണൽ മരങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടായി. അപ്പം ഞാൻ ആദ്യം ഓടി വരേണ്ടത് എവിടേക്കാണ്? ഞാൻ ആദ്യം പറയും, കുഞ്ഞുങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായി, അവരാദ്യം ആരോടാ പറയുന്നത്? അമ്മയോടാ. കാരണം അവർക്കറിയാം അമ്മയ്ക്ക് ഈ സങ്കടത്തെ സന്തോഷിപ്പിക്കാൻ പറ്റും. അമ്മ ആരാണ്? തണലാണ്. അപ്പം ദൈവം എന്ത് നട്ടിട്ടുണ്ട്? ഈ സങ്കടത്തിൻ്റെ അറ്റത്ത് ഈ സങ്കടത്തെ സന്തോഷമുള്ളതാക്കാൻ തണൽ നട്ടിട്ടുണ്ട്. ഒരിക്കലും ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പതറുകയല്ല, തൊട്ടടുത്തുള്ള തണൽ മരത്തെ കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ചലഞ്ച്. നമ്മുടെ പാട്ടുകാർ പാടാറുണ്ട്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി ഒരുക്കിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ജീവിതത്തിൽ പരീക്ഷ ഉണ്ടാവുമ്പോൾ ആ പരീക്ഷകളിൽ തകർന്നു പോകുന്നവരായിട്ടല്ല, ആ പരീക്ഷകൾക്ക് തൊട്ടടുത്ത് ദൈവം നിന്റെ പരീക്ഷകളെ ആശ്വസിപ്പിക്കുവാൻ നട്ടിരിക്കുന്ന തണൽ മരങ്ങളെ കണ്ടെത്തി
പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് നിന്റെ ചലഞ്ച്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പതറിപ്പോകുന്ന എവിടാണെന്നറിയോ? ജീവിതത്തിൽ പരീക്ഷകളുണ്ടാവും. പക്ഷേ ഇത് പരിഹരിക്കാനുള്ള തണമരങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഒരു സങ്കടം ഉണ്ടായി, അമ്മയോട് എങ്ങനെ ഇത് പറയുന്നേ? ആൺകുട്ടികൾക്കൊരു സങ്കടം ഉണ്ടായി, അപ്പനോട് എങ്ങനെ പറയുന്നേ? വിശ്വാസിക്ക് ഒരു സങ്കടം ഉണ്ടായി, എങ്ങനെയാടി അച്ഛനോട് ഞാനിതൊന്ന് പറയുന്നേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ മാറായോട് ചേർന്ന് ദൈവം നട്ട തണൽ മരത്തെ നിങ്ങൾ കണ്ടെത്തിയേ മതിയാവും. രണ്ടാമത്, ഇതിനൊരു ആത്മീക അർത്ഥമുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ, മാറായുടെ അനുഭവം ഉണ്ടാവുമ്പോൾ ഈ മാറായിലേക്ക് ഇടുവാൻ തക്കവണ്ണം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കുന്നിന്റെ മുകളിൽ ഒരു മരം നാട്ടിയായിരുന്നു. ആ മരത്തിന്റെ പേരാണ് കുരിശ്. നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോ, വേദന ഉണ്ടാവുമ്പോ, നിന്റെ സങ്കടങ്ങളിലേക്ക് നീ എന്തിറക്കണം? കുരിശിറക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണം ഉണ്ടാവുമ്പോ വികാരിയച്ഛൻ വരുന്നതിനേക്കാൾ മുന്നമേ വീട്ടിൽ വരുന്ന 2 വസ്തുക്കളാണ് കുരിശും. എന്നാത്തിനാ അതവിടെ കൊണ്ടുവെക്കുന്നേ? പിള്ളേരപ്പം പോയ സങ്കടത്തിൽ നെഞ്ചു പൊട്ടി കരയുക, പ്രിയപ്പെട്ടവള് പ്രിയപ്പെട്ടവൻ പോയ സങ്കടത്തിൽ വെന്തുരുകി കരയുക. അപ്പോഴതേ കുരിശും എഴുതിനും പൊക്കി എടുത്തുകൊണ്ട് വരുന്നേ. എന്നാത്തിനാച്ച ഇപ്പൊ ഇത് കൊണ്ടുവന്നേ? നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, വേദനകളിൽ, സങ്കടങ്ങളിൽ, നെഞ്ചുരുകുന്ന അനുഭവങ്ങളിൽ ഈ കുരിശ് നിന്നോടൊരു കഥ പറയുന്നുണ്ട്. ഈ കുരിശ് പറയുകയാണ്, നീ എന്തിനാ കരയുന്നേ? എൻ്റെ പ്രിയപ്പെട്ടവൻ പോയി, എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. പ്രിയപ്പെട്ടവനെ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുരിശ് ഈ കാൽവറിയിൽ നാട്ടിയത്? മരിച്ചവർക്കൊക്കെ എന്തുണ്ട്? പുനരുദ്ധാനമുണ്ട്. ഇന്ന് മരിച്ചെങ്കിൽ 3-ാം ദിവസം ഉദ്ധാനമുണ്ട്. നീ ഇത് വിശ്വസിക്കുക. നിന്റെ സങ്കടങ്ങളിൽ നിന്റെ അത്താണിയായി ഞാൻ കാൽവറിയിൽ നാട്ടിയ കുരിശ് നിനക്ക് സഹായമാകണം. ഓർത്തു നോക്കിയേ, മരണപ്പെട്ടപ്പോ തലക്കൽ കുരിശുണ്ട്, പള്ളി കൊണ്ടുവരുമ്പോ തലക്കൽ കുരിശുണ്ട്, കല്ലറ ധൂപം വെക്കാൻ പോകുമ്പോ കുരിശുണ്ട്. ഇനി എപ്പോഴൊക്കെ ധൂപാർപ്പണം നടത്തണമെന്ന് ആഗ്രഹിച്ചാലും അപ്പോഴൊക്കെ തലക്കെന്നുണ്ട്, കുരിശുണ്ട്. അതായത് ഈ ലോകം വിട്ടുപോയവരെ കുറിച്ച് നീ സങ്കടപ്പെടുമ്പോ നീ ഈ കുരിശിലേക്ക് നോക്കുക. അവിടെ ഇങ്ങനെ പറയുന്നു, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നീ രണ്ടാമത് നിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇവരെ എണ്ണീപ്പിക്കണേ. വേറൊന്നിലും ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ള, ഞങ്ങൾക്കാകെ ആശ്രയിക്കാനുള്ളത് എവിടെയാണ്? ഈ കുരിശാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അർത്ഥം ഇതാണ്. ജീവിതത്തിൽ സങ്കടം ഉണ്ടാവുമ്പോ, വേദന ഉണ്ടാവുമ്പോ മറ്റെവിടെ ആശ്രയിക്കാതെ നീ എവിടേക്ക് ഓടിച്ചേരണം? കുരിശിലേക്ക് ഓടിച്ചേരണം. അവിടെ ഉണ്ട് നിനക്കുള്ളതിൻ്റെ എല്ലാ ഉത്തരവും. നിന്റെ സങ്കടങ്ങൾ തീർക്കാനുള്ള എല്ലാ ഉത്തരവും ഈ കുരിശിനുണ്ട്. തീർച്ചയായും ഈ പുളിപ്പിനെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു നൽകുന്നത്. നിങ്ങൾക്കറിയാമോ, പുറപ്പാട് പുസ്തകം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായ പൗലോസിന്റെ ബുദ്ധിപരമായ ബോധ്യങ്ങളുണ്ട്. അവിടെ പൗലോസ് പറയുന്നുണ്ട്, അബ്രഹാം, ന്യായാധിപന്മാര്, ശമൂവേല്, ദാവീദ്, ഏലിയ, ഏലിശ, ഇങ്ങനെ തുടങ്ങി ഒത്തിരി പിതാക്കന്മാരെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൗലോസ് നമുക്ക് ഇവരൊക്കെ നല്ല അനുഭവം തന്നവരാണ്, ഇവർ നമ്മുടെ വിശ്വാസ വീരന്മാരാണെന്ന് പറഞ്ഞ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ സവിസ്തരം നമ്മെ പ്രബോധിപ്പിക്കുന്ന പൗലോസ് ലീഹ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളാരും ഇവരെ ആരെയും കണ്ടിട്ട് ഓടരുത്. 11-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ പറഞ്ഞു, അബ്രഹാം നമുക്ക് വിശ്വാസവീരനാണ്, ദാവീദ് നമുക്ക് വിശ്വാസവീരനാണ്, ഏലിയ, ഏലിശ, പ്രവാചക ശിഷ്യന്മാർ ഇവരൊക്കെ നമുക്ക് വിശ്വാസവീരന്മാരാണ്. പക്ഷെ 12-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ പറയുന്നു, നിങ്ങളാരും അബ്രഹാമിനെ കണ്ടിട്ട് ഓടരുത്, നിങ്ങളാരും ഏലിയയെ കണ്ടിട്ട് ഓടരുത്, നിങ്ങളാരും പ്രവാചക ശിഷ്യന്മാരെ കണ്ടിട്ട് ഓടരുത്. പിന്നെ ആരെ കണ്ടിട്ട് ഓടണം? 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി. ജീവിതത്തിൽ സങ്കടം ഉണ്ടാകുമ്പോൾ ഇന്ന ആൾ കൂടെ ഓടുമെന്ന് വിശ്വസിക്കരുത്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ന ആളത് പരിഹരിക്കുമെന്ന് ചിന്തിക്കരുത്. എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും ഒരുവൻ മാത്രമാണ്. അവൻ ആരാണ്? എൻ്റെ യേശു. ഇത് നെഞ്ചോട് ചേർത്ത് എഴുതണമെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. നോക്കി, 11-ാം അധ്യായത്തിൽ ഒട്ടടക്ക ആധാർ ലിങ്കിലൂടെ ഒട്ടനേകം പേരെ പരിചയപ്പെടുത്തിയിട്ട് പറയാണ്, മക്കളെ, ഇവരെ ആരെയും കണ്ടിട്ട് ഓടരുത്, ഇവരുടെ കൂടെ ഓടിയാൽ ഒരിക്കലും നിങ്ങൾ ജയിക്കുകയില്ല. നിങ്ങൾ ഓടേണ്ടതും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടതും ആരെ മാത്രമാണ്? യേശുവിനെ മാത്രമാണ്. സ്നേഹിതരെ,
ഈ പുളിപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കൗദാശിക ജീവിതം. സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും നല്ല മാതൃക പുരുഷനാരാണ്? ക്രിസ്തുവാണ്, കുരിശാണ്. അതുകൊണ്ട് നിത്യം നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് വരയ്ക്കുവാൻ നിങ്ങൾ മറക്കരുത്. യോഹന്നാൻ തിരുമേനി പറയുമായിരുന്നു, കുരിശ് വരയ്ക്കുക മാത്രമല്ല, കുരിശ് ധരിക്കുവാനുള്ള പ്രാപ്തി കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. കുരിശ് വരയ്ക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭാ ആരാധനാക്രമത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. കുളിക്കുന്നതിന് പ്രാർത്ഥനയുണ്ട്, അറിയാവോ? കുരിശ് വരച്ചിട്ടേ കുളിക്കാവൂ. ഭക്ഷണം കഴിക്കുന്നതിന് പ്രാർത്ഥനയുണ്ട്, അറിയാവോ? അതറിയാം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥനയുണ്ട്. ഒരു യാത്ര പോകുമ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥനയുണ്ട്. തിരിച്ചു വരുമ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും നമ്മൾ എന്തിലാണ് ആശ്രയിക്കുന്നത്? കുരിശിലാണ്. നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ എന്ത് ചെയ്യും? കുരിശ് വരയ്ക്കും. പണ്ട് അന്തോണിയോസ് തിരുമേനിയോട് ഒരു ദേവാലയത്തിലെ കുഞ്ഞ് പറഞ്ഞു, തിരുമേനിയപ്പച്ച, ഞങ്ങളൊക്കെ കുരിശ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇല്ല, എന്ത് ഭംഗിയാ. പക്ഷേ വലിയവരൊക്കെ കുരിശ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. മക്കളെ, കുരിശ് വരയ്ക്കാനും അത് ഹൃദയത്തിൽ ധരിക്കുവാനും പക്വത വരണം. അത് നമ്മുടെ വിശ്വാസമാണ്. ആ പ്രതീക്ഷയാണ് ഈ വിശ്വാസത്തെ പുളിപ്പുള്ളതാക്കി തീർക്കുന്നത്. എനിക്കൊരു പ്രത്യാശയുണ്ട്, അതെൻ്റെ കുരിശിലാണ്, എൻ്റെ ക്രിസ്തുവിലാണ്. ഈ ആത്മീയ അനുഭവമായിരിക്കണം രണ്ടാമത് ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടാകേണ്ടത്. മൂന്നാമത് നിങ്ങളുടെ യാത്രയിൽ കരുതാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന വസ്തു ഫിലാക്ടറിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിലാണ് ഫിലാക്ടറി എന്ന വാക്ക് നാം ശ്രദ്ധേയമായി പഠിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ മധ്യേ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. യഹൂദന്മാര് ദൈവം അവർക്ക് നൽകിയിട്ടുള്ള വിശ്വാസ പ്രമാണത്തെ, നിയമങ്ങളെ ചെറുകുറിപ്പുകളാക്കി ഈ നെറ്റിയുടെ കൃത്യം മധ്യഭാഗത്ത് കെട്ടി സൂക്ഷിക്കുമായിരുന്നു. ഫിലാക്ടറി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യഹൂദന്മാര് ഒരു കുഞ്ഞു സാധനം ഇവിടെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു പെട്ടിയാണ്, ഫിലാക്ടറി പെട്ടിയാണ്, ഒരു വചനപ്പെട്ടിയാണ്. ആ വചനപ്പെട്ടിക്കകത്ത് യഹൂദന്മാർ ആയിരിക്കേണ്ട ദൈവത്തിന്റെ നിയമങ്ങളെ കുനുകുന 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 എന്നെഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുന്ന പെട്ടിയുടെ പേരാണ് ഫിലാക്ടറി. സ്നേഹിതരെ, ഈ കനാൻ യാത്രയിൽ നിങ്ങളോട് ഞാൻ കരുതുവാൻ പറയുന്ന മൂന്നാമത്തെ വസ്തു ദൈവത്തിന്റെ വചനമാണ്. ഒന്നാമത് എന്താ കരുതണം? വിശുദ്ധ കുർബാന. രണ്ടാമത് എന്താ കരുതണം? കൂദാശ ജീവിതം. മൂന്നാമത് എന്താ കരുതണം? ദൈവ വചനം, വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇഴകിച്ചേരണം. പക്ഷെ സങ്കടത്തോടെ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വേദപുസ്തകം വായിക്കാൻ ഒത്തിരി മടിയാണ്. മലയാളം വായിക്കാൻ അറിയത്തില്ല എന്നുള്ളത് പരമമായ സത്യം. പിന്നെ വായിച്ചു തുടങ്ങുമ്പോൾ മമ്മി വല്ലാണ്ട് വഴക്ക് പറഞ്ഞ് കളിയാക്കുമെന്ന് മറ്റൊരു കാര്യം. കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ പലപ്പോഴും അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. വായിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ദൈവവചനത്തിൽ അവർ വേന്തൂരണം. നിങ്ങൾക്കറിയാമോ, ഈ കാലഘട്ടത്തിൽ യൂറോപ്യൻ നാടുകളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ അധിനിവേശം വളരെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പലപ്പോഴും വൈദികര് ഈ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവർ സന്തോഷത്തോടെ ഞങ്ങളോട് പറയും, അച്ഛാ വേദപുസ്തകം എടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സന്തോഷമാണ്. കുഞ്ഞ് എവിടെ ചെന്നാൽ ഈ വേദപുസ്തകമൊക്കെ വായിക്കും. വേറെ ഒന്നും നമ്മൾ 2 കുക്കറുണ്ട്, ചെറിയ ചട്ടിയുണ്ട്, പിന്നെ അവിടെ മസാലയൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 35 കിലോയ്ക്കകത്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വേദപുസ്തകം ഉണ്ട്, ഉണ്ടച്ചാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത് വായിക്കണോ? ഹൃദയ നിറവോടെ ചോദിച്ചു നോക്കി. കൊണ്ടുപോയി അച്ചാറിൻ്റെ പാട്ടുകളൊക്കെ തീർന്ന് നീ കുഞ്ഞു പരാതി പറയുമ്പോഴും, ഇനി അടുത്തത് ആരുടെ കയ്യിൽ അച്ചാറ് കൊടുത്തു വിടണമെന്ന് ഈ അമ്മ ചിന്തിക്കുമ്പോഴും, കൊണ്ടുപോയ വേദപുസ്തകം തുറന്ന് വായിച്ചോ എന്ന് ഏതെങ്കിലും അമ്മമാർ ചോദിക്കാറുണ്ടോ? ഇതൊരു നിധി പോലെ നമ്മൾ സൂക്ഷിക്കുക. നാട്ടിൽ നിന്ന് കയറിയപ്പോൾ അമ്മ തന്നു വിട്ടതാ, ഒരു നിധി പോലെ സൂക്ഷിക്കുക. അല്ല മക്കളെ, ഇത് നമ്മളോട് സംസാരിക്കണം. നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ ഇത് നമ്മളോട് സംസാരിക്കണം. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ വചനം എന്നതിന് കുറിക്കുന്ന 2 ഗ്രീക്ക് പദങ്ങളാണ് ലോഗോസും റേമയും. ലോഗോസ്, ഈ പുസ്തകത്തിൽ ഏകദേശം 39,000-ലധികം വചനങ്ങളുണ്ട്. ഇത് അടച്ചു വെച്ചിരിക്കുക. ഇതിന് ഞാൻ വിളിക്കുന്ന പേര് ലോഗോസ്. എന്നാൽ എനിക്കൊരു സങ്കടം ഉണ്ടായി, എനിക്കൊരു വേദന ഉണ്ടായി. ഞാൻ ഈ വേദപുസ്തകം തുറന്നു നോക്കുമ്പോൾ ഈ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ എന്നോട് സംസാരിക്കുന്നെങ്കിൽ ആ വാക്യങ്ങൾക്ക് ജീവനുണ്ട്. അങ്ങനെ ജീവനുള്ള വാക്യത്തിന് വിളിക്കുന്ന പേരാണ് റേമ. ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകങ്ങളിൽ നിറയെ ലോഗോസാണ്. ഈ ലോഗോസ് എന്തായി മാറണം? റേമയാണ്.
ഇത് നമ്മോട് സംസാരിക്കണം. സ്നേഹിതരെ, ഇങ്ങനെ വേദപുസ്തകം എന്നോട് സംസാരിച്ചൊരു രാത്രിയുണ്ട്. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടൊരു ദിവസം വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നോടൊന്ന് സംസാരിക്കണം. എൻ്റെ സങ്കടം കൊണ്ടാണ്, എനിക്ക് വല്ലാണ്ട് വീർപ്പ് മുട്ടുന്നു, ഞാൻ വല്ലാണ്ട് കുറ്റബോധനായി തീർന്നു, ഒറ്റപ്പെടുന്നു, നീ എന്നോടൊന്ന് സംസാരിക്കണേ. അങ്ങനെ ഞാൻ വേദപുസ്തകം തുറന്നൊരു വാക്യം വായിച്ചു. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളായിരുന്നു ഞാൻ വായിച്ചത്. അവിടെ എന്തെഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പേ അവിടെ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ട ദൈവത്തോട് പറയാം, ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണേ. നോക്കിയപ്പോൾ എന്നേക്കാൾ സങ്കടപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ് ഈ 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുള്ളുകൊണ്ടു. എന്നാ കൊണ്ടേ? മുള്ളുകൊണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന മുള്ളല്ല, തൊട്ടാവാടിയുടെ മുള്ളല്ല, മുള്ളുകൊണ്ട് ഈ മനുഷ്യന് വല്ലാണ്ട് വേദനിക്കുന്നു. ഇയാൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ വേദനിക്കുന്നു, ഈ മുള്ളൊന്ന് എടുത്തു തരുമോ? ദൈവം മിണ്ടിയില്ല. ഈ മനുഷ്യൻ ഒന്നുകൂടെ പറഞ്ഞു, ദൈവമേ മുള്ളിരുന്ന് വേദനിക്കുന്നു, ഇതൊന്ന് എടുത്തു തരുമോ? ദൈവം മിണ്ടിയില്ല. 3ാമത് ഈ മനുഷ്യൻ പറഞ്ഞു, ദൈവമേ വല്ലാണ്ട് നെഞ്ചു പിളരുന്നു, വല്ലാണ്ട് വേദന കുത്തി നോവിക്കുന്നു, ഈ മുള്ളൊന്നെടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കുവോ? ദൈവം മിണ്ടിയില്ല. ദൈവം ഒന്നും മിണ്ടാതെ അവനോട് പറഞ്ഞു, മോനെ മുള്ള അവിടെ ഇരിക്കട്ടെ, നിനക്ക് ഞാൻ കൃപ തരാം. മുള്ളെടുക്കാൻ പറഞ്ഞവനോടൊക്കെ പറയാം, എന്നാ പറയാ? കൃപ തരാം. ഈ മനുഷ്യനെ നിങ്ങൾ അറിയും, ഇവന്റെ പേര് പൗലോസ്. ആരാണ് പൗലോസ്? സ്വർഗീയ മഹിമ കണ്ട ക്രിസ്തുവിന്റെ ശിഷ്യൻ, യൂറോപ്പിന്റെ അതിർത്തിയോളം ക്രിസ്തുവിന്റെ വാക്കുകളെ പ്രതി വാചാലനായവൻ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്താളുകളിൽ അങ്ങേയറ്റം മനോഹരമായി ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിച്ചവൻ. നോക്കിയേ, ക്രിസ്തുവിന്റെ പ്രാണനാഥനന്റെ വാക്ക് കേട്ട് സ്വജീവിതത്തെ വേർതിരിച്ചവന്റെ വാക്കുകളുടെ സങ്കടങ്ങളാണ് ആര് കേൾക്കാഞ്ഞത്? ദൈവം കേൾക്കാഞ്ഞത്. സ്നേഹിതരെ, ദൈവം അവന്റെ സങ്കടങ്ങളെ ഒന്നും കേൾക്കാതെ അവന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ മുള്ളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ നിനക്ക് ഈ മുള്ളിനെ കവിന് എന്ത് തരാം? കൃപ തരാം. സ്നേഹിതരെ, തൊട്ടടുത്ത അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. കൃപ കിട്ടിക്കഴിഞ്ഞപ്പോ പൗലോസ് ആകെ മാറി. തൊട്ടടുത്ത വാക്യങ്ങൾ അവൻ പറയുകയാണ്, ഇനി ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും ഇനി ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. കൃപ കിട്ടിക്കഴിഞ്ഞപ്പോ പറഞ്ഞു, മുള്ളൊക്കെ ഇനി ഒരു കുഴപ്പമല്ല, ഇനി എന്നാ പറ്റിയാൽ മതി? കൃപ മതി. കാരണം മുള്ളിനെ കവിയുന്നതാണ് കൃപ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പരിശുദ്ധിയായ കന്യാമറിയാമിന്റെ ജീവിതം, 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ നഗ്നമായ ശരീരത്തെ ഈ പെറ്റതള്ള കയ്യിലേന്തിയപ്പോ അവളുടെ മനോവികാരം എന്തായിരുന്നു? സ്വന്തം മകന്റെ ചോര വീണ ശരീരത്തെ ഉള്ളം കയ്യിലേന്തി പൊതിഞ്ഞുകൊണ്ട് ചങ്കുപടഞ്ഞു നിൽക്കുമ്പോ ഈ പെറ്റതള്ളക്ക് എങ്ങനെ സാധിച്ചു ഈ മകന്റെ ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണാൻ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ, മത്തായിയുടെ സുവിശേഷങ്ങൾ തുടങ്ങിയ സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ അതിന് മറുപടി നൽകി. ക്രിസ്തുവിനെ വഹിക്കുവാൻ തക്കവണ്ണം അവളുടെ ഉദരത്തെ പരുവപ്പെടുത്തുമ്പോ മാലാഖ ആദ്യം ഇറങ്ങി വന്ന് അവളോട് പറയുന്നത് എന്താ? ഉറക്കെ പറ. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ഈ കുഞ്ഞിനെ വഹിക്കുന്നതിന് മുമ്പ് കന്യകമറിയാമിനെ പരിശുദ്ധാത്മാവ് എന്തു കൊടുത്തു? കൃപ കൊടുത്തു. ഈ കൃപ ലഭിച്ചുകൊണ്ടാണ് പള്ളി ചെന്നപ്പോ വികാരി അച്ഛൻ പറഞ്ഞത്, പെങ്കൊച്ചേ നിന്റെ നെഞ്ചിലൂടെ ഒന്നല്ല ഒട്ടനേകം വാള് കിടക്കും. ഈ മറിയ പറഞ്ഞു, അച്ഛാ ഇനി വാള് കിടന്നാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം എന്തും സ്വീകരിക്കാൻ എനിക്ക് എന്തുണ്ട്? കൃപയുണ്ട്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവസന്നിധിയിൽ കണ്ണീരൊഴിക്കേണ്ടത് നെഞ്ചിലുള്ള മുള്ളുകൾ മാറാനല്ല, പിന്നെയോ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വല്യമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, പട്ടിണിയുണ്ട് ദൈവമേ, സങ്കടങ്ങളുണ്ട്, വേദനയുണ്ട്, എല്ലാം നേരിടാൻ ശക്തി തരണേ. എൻ്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. കൊച്ചമ്മ കോവിഡ് കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ തൊട്ടടുത്ത് പനിയുണ്ട്, കൊച്ചു കുഞ്ഞ, പനിയൊന്നും പിടിക്കല്ലേ, പനിയൊന്നും തരല്ലേ, രോഗം തരല്ലേ, സങ്കടങ്ങൾ തരല്ലേ, വേദനകൾ തരല്ലേ, പ്രതിസന്ധികൾ തരല്ലേ. അമ്മച്ചി പ്രാർത്ഥിച്ചു, എന്നാ വേണേലും തന്നോ, അത് നേരിടാൻ എന്തു മതി? ശക്തിയുടെ തരണം. എൻ്റെ തലമുറ പ്രാർത്ഥിച്ചു, ഒന്നും തരല്ലേ. ഇതാണ് മക്കളെ കൃപയുടെ അനുഭവം. നെഞ്ചിലെ മുള്ളു മാറാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ മുള്ളൊക്കെ അവിടെ ഇരിക്കട്ടെ ദൈവമേ. മുള്ളൊക്കെ അവിടെ ഇരിക്കുമ്പോഴും ഈ മുള്ളിനെ കവിയുന്ന കൃപ കൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യണം?
ബലപ്പെടുത്തണം. ഈ കൃപയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഞാനായിരിക്കുന്നത് ദൈവം പറയണം. ഓരോരുത്തരും പറയണം. സങ്കടങ്ങളിൽ, വേദനകളിൽ, നെഞ്ചുരുകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, മറ്റുള്ളവന്റെ ആക്ഷേപകരമായ കുത്തുവാക്കുകളിൽ ഈ ലോകം മുഴുവൻ നമ്മെ ഒറ്റപ്പെടുത്തി കളിയാക്കുമ്പോ നെഞ്ചത്തോട് കൈവച്ച് പറയണം, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഞാനായിരിക്കുന്നത് ദൈവകൃപയിലായിരുന്നു. നിന്റെ മുള്ളുള്ള വാക്കുകൾ, നിന്റെ മുള്ളുള്ള ചെയ്തികൾ, നിന്റെ മുള്ളുള്ള ജീവിത മുനകൾ, ഇതൊന്നും എന്നെ ഏൽക്കത്തില്ല. ഞാൻ ആരാണ്? ദൈവത്തിന്റെ കൃപ ലഭിച്ച മകനാ, മകളാ. ഇത് പറയുവാനുള്ള ആർജവത്വമാണ് ഈ കാലഘട്ടത്തിൽ നാം നേടിയെടുക്കേണ്ടത്. തീർച്ചയായും വിശുദ്ധ വേദപുസ്തകം അത് റേമയിലേക്ക് പരിണമിക്കണം. ലോഗോസ് ആകരുത്. പിന്നെന്താണ്? റേമയാണ്. ഓണമൊക്കെ വരികയല്ലേ. വേദപുസ്തകത്തിൽ മനോഹരമായ കഥയുണ്ട്. ആ കഥ എങ്ങനെയാണ്? ഒരു പാടം നിറയെ നെൽക്കതിരുകൾ പാകിയ ഒരു മനുഷ്യന്റെ കഥയാണ്. ആ കഥയ്ക്കകത്ത് കളയും വിളയും വേർതിരിച്ച കൃഷിക്കാരന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിത്തെറിഞ്ഞു, പാടത്ത് നെൽവിത്തുകൾ പൊങ്ങി വന്നപ്പോ കൃഷിക്കാരന്റെ അടുക്ക് വേലക്കാർ പോയി പറഞ്ഞു, യജമാനെ എന്ത് ചെയ്യുന്നു? വിളയോടൊപ്പം കളയും വരുന്നുണ്ട്. ഓക്കെ, പ്രത്യാശയോടെയാണ് വിത്തിട്ടത്. വളർന്നു വന്നപ്പോ വിളയൊക്കെ എന്തായി? കളയായി മാറി. ഇത് സ്വജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. നമ്മുടെ വീട്ടിലുണ്ട് കളയും വിളയൊക്കെ. 2 പിള്ളേരാ കേട്ടോ. മൂത്തവൻ പഠിക്കാൻ മിടുക്കന, നല്ല ബ്രില്യൻ്റ് അച്ഛൻ. UK അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലൊക്കെ മോനെ അവനെ അമേരിക്കയെ വിട്ട് പഠിപ്പിക്കണമെന്ന്, സ്കോളർഷിപ്പോടെ പഠിപ്പിക്കണമെന്നാണ്. നല്ല നല്ല വിളയാച്ച, നല്ല വിളയാ. ഇളയ മോനോ ഒരു കളയാച്ച. കുറേ പ്രാവുണ്ട്, കുറേ മീൻ കുഞ്ഞുങ്ങളുണ്ട്. അതിന് തീറ്റയും കൊടുത്ത് പ്രാവിന് കിടത്തി ഇങ്ങനെ അങ്ങ് നടക്കുക. കാര്യമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ വട്ടം കൂടി പള്ളിയിലെ കാര്യങ്ങളെല്ലാം പോവച്ച. അവനാരാണ്? മറ്റവനാരാണ്? അമ്മേ, നീ വിളയെന്ന് കണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി വളർത്തിയതൊക്കെ ചിലപ്പോൾ കളയായി പോകും. കളയെന്ന് കണ്ട് നീ തള്ളിക്കളഞ്ഞതൊക്കെ ഒരു കാലഘട്ടം അപ്പുറം അതെന്താവും? മാറും, വിളയായി മാറും. 10-30 വർഷം കഴിയും. ഈ അമ്മയ്ക്ക് വയ്യാണ്ടാവും. മുട്ടുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ ഈ പ്രാവിനെ തീറ്റ കൊടുത്ത് മീനെ വളർത്തിക്കൊണ്ട് നടക്കുന്ന കൊച്ചു നടക്കുക പറയാം, അമ്മ ഇഞ്ഞോ കയറ്, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം. മൂത്തവൻ വിളിച്ചു ചോദിക്കും, ഡേ നീ അമ്മയെ കൊണ്ടുപോയടെ, കാശ് വല്ലതും വേണേ പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. അതേ വിളയെന്ന് കണ്ട് അമ്മ പാല് കൊടുത്ത് വളർത്തിയതൊക്കെ അമ്മയ്ക്കൊരാവശ്യം വന്നപ്പോ അത് കളയായി. എന്നാ കളയെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നെഞ്ചോട് വിളയായി മാറ്റപ്പെടും. ഇതാണ് ലോകതത്വം. നാം ഇനി ഒരു ഓണത്തിന്റെ അനുഭവത്തിലേക്കാണ് പോകുന്നത്. അവിടെയുണ്ട് ഈ കളയും വിളയൊക്കെ. ഐതിഹാസ്യങ്ങളിൽ നമ്മൾ ദേവന്മാരെയൊക്കെ നല്ല മനുഷ്യന്മാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവരെ നമ്മൾ നല്ല വിളകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? നല്ല വിളകളാണ് ദേവന്മാർ. അസുരന്മാരാരാണ്? മോശക്കാരാണ്. അവരൊക്കെ കളകളാണ്, അല്ലേ? ദേവന്മാരാരാണ്? വിളകൾ. അസുരന്മാരാരാണ്? കളകൾ. നിങ്ങൾ പറ, ഓണം ആഘോഷിക്കുന്നത് വിളയെ ഓർത്താണോ കളയെ ഓർത്താണോ? നിങ്ങൾ പറ, നാം ഓണം ആഘോഷിക്കുന്നത് വിളയെ ഓർത്താണോ കളയെ ഓർത്താണോ? അതേ, തള്ളിക്കളഞ്ഞ മഹാബലി എന്ന അസുരനായ കളയെ ഓർത്താണ് കേരള സംസ്കൃതി ഇന്നോളം ഓണം ആഘോഷിച്ചിട്ടുള്ളത്. വിളയായ വാമനന് മഹാബലിയുടെ ഈ ആഘോഷം വന്നപ്പോ ഒരു അങ്ങ് ചെറുതായി പോയി. അതേ സ്നേഹിതരെ, കളയെന്ന് തള്ളിക്കളഞ്ഞതൊക്കെയാണ് ജീവിതത്തിൽ വിളയായി തീർന്നിട്ടുള്ളത്. വിളയെന്ന് നെഞ്ചോട് പിടിച്ചതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നാം തിരിച്ചറിയും. കതിരെന്ന് കണ്ട് വളർത്തിയതൊക്കെ പതിര 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 പതിരെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതൊക്കെ ആയിരുന്നു അച്ഛാ കതിര്. ഇത് കാലം സാക്ഷി, ചരിത്രം അതിൻ്റെ ഏടുകളെ കുറിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ലോഗോസ് അല്ല, ഇത് റേമയായി ജീവിതത്തിൽ പരിണമിക്കണം. തീർച്ചയായും ഫിലാക്ടറി എന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായി ഉണ്ടാകണമെന്നാണ് എൻ്റെ സ്നേഹപൂർവമായ ആവശ്യം. സങ്കടം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ ഈ വേദപുസ്തകം നിങ്ങളോട് എന്ത് ചെയ്യണം? സംസാരിക്കണം. ഇന്ത്യയുടെ മെട്രോമാൻ എന്ന് വിളിക്കുന്ന ഈ ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ വേദനകളിൽ എനിക്ക് ആശ്വാസം തന്നത് അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഭഗവത്ഗീതയുടെ വാക്കുകളാണ്. സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഭഗവത്ഗീത തുറന്നെടുത്ത് വായിക്കും. അപ്പോൾ എൻ്റെ മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. ഞാൻ വീണ്ടും ജോലിയിൽ കടന്നു വരും. മക്കളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ജീവിതത്തിൽ സങ്കടം ഉണ്ടാകുമ്പോൾ ഞാൻ ഓടിപ്പോയി എൻ്റെ ബൈബിള് തുറന്നു നോക്കിയിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയിട്ടുണ്ടെന്ന്?
അങ്ങനെ സ്വന്തമായൊരു ബൈബിൾ ഉണ്ടെങ്കിലേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇത് പല വകയാണ്. ഇത് പല വകയ്ക്കകത്താണ് റേഷൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം സൂക്ഷിക്കുന്ന നമ്മുടെ വീട്ടിലെ സൂക്ഷിപ്പ് പെട്ടിയാണ് ഈ വേദപുസ്തകം. അല്ല, ഇത് റേമയാണ്, എന്നോട് സംസാരിക്കേണ്ട ദൈവത്തിൻ്റെ വചനമാണ്. സ്നേഹിതരെ, ഈ കനാൻ യാത്രയിൽ മൂന്നാമത് നിങ്ങളോട് ഞാൻ കരുതണമെന്ന് ആവശ്യപ്പെടുന്നത് ഫിലാക്ടറിയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഒന്നാമത് എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം, വിശുദ്ധ കുർബാന. രണ്ടാമത് പുളിപ്പ്, വിശുദ്ധ കൂദാശ ജീവിതം. മൂന്നാമത് ഫിലാക്ടറി, ദൈവത്തിൻ്റെ വചനം. നാലാമത് മേഘസ്തംഭം, അഗ്നിത്വം. സ്നേഹിതരെ, ഈ കനാൻ യാത്രയിൽ മോശയ്ക്ക് കരുതലായി ഉണ്ടായിരുന്ന മറ്റൊന്നാണ് മേഘസ്തംഭം, അഗ്നിത്തൂണും. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ മക്കളെ കനാൻ യാത്രയിൽ നയിച്ചത് പരിശുദ്ധാത്മാവാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ കനാൻ യാത്രയിൽ വിശുദ്ധ കുർബാന മാത്രം പോരാ, കൂദാശ ജീവിതം മാത്രം പോരാ, ദൈവവചനം മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? പരിശുദ്ധാത്മാവ് കൂടെ വേണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പുതിയ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്ത് സാധിക്കൂ? മാനസാന്തരം സാധിക്കൂ. സ്നേഹിതരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എന്ത് ചെയ്യണം? ഇടചേർക്കപ്പെടണം. ഞാൻ നിങ്ങളോട് കൗതുകരമല്ലാത്തൊരു പ്രപഞ്ച സത്യം പറയട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണ്. ചിന്തിക്കരുത് ഞാനിപ്പോൾ ഇങ്ങനെ വീശി എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ തരുമെന്ന്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാ അഗ്നി ഇറക്കുമെന്ന് ലോകമൊക്കെയും ഘോഷിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടെന്ന് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു പ്രപഞ്ച സത്യം പറയാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ്. വേദന ഏറ്റെടുക്കാൻ തയ്യാറുള്ളവൻ മാത്രം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാവൂ. നോക്കിയേ, ഒന്നും മിണ്ടാതെ ശാന്തമായ ഒന്നൊരു കൊച്ച പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് മാമോദീസ തൊട്ടിമേൽ സ്നാനം കഴിച്ച് കൊച്ചു നിലയ്ക്കാത്ത കരച്ചില. നല്ലൊരു ചെറുക്കനും പെണ്ണുമായിരുന്നു വെച്ചാൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുമായിരുന്നു. വന്നു, കല്യാണം കഴിച്ചു, പരിശുദ്ധാത്മാവിനെ കിരീടങ്ങൾ വഴിയിലൂടെ ലഭിച്ചു. ആ മക്കൾ മടങ്ങിപ്പോയി. പണ്ടത്തെ കൂട്ടത്തില്ല, ഒരു അടുക്കും ചിട്ടയുണ്ട്. ഇപ്പൊ അവന്റെ സ്വന്തം ഇഷ്ടം പോലെ നടക്കാൻ പറ്റത്തില്ല. നല്ലൊരു ചെറുക്കനായിരുന്നു, സെമിനാരി വിട്ട്. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയത്തില്ല, മൊത്തം മാറ്റം. എന്താ? പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോ സങ്കടങ്ങളാ. ഓർത്തു നോക്കിയേ, മാമോദീസ ഏറ്റ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും വേദനകളും അല്ല കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ അനുഭവിക്കുന്നത്. കല്യാണം കഴിഞ്ഞൊരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും വേദനകളും അല്ല പൗരോഹിത്യത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു പുരോഹിതൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു പുരോഹിതൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും അല്ല ഒരു മെത്രാപ്പോലത്തെ അനുഭവിക്കുന്നത്. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ സ്വരുക്കൂട്ടുന്നതിനനുസരിച്ച് ജീവിതത്തില് സങ്കടങ്ങളും വേദനകളും നെരിപ്പോടിന്റെ സാഹചര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെറുതെ ഒന്നും പരിശുദ്ധാത്മാവിനെ കിട്ടത്തുമില്ല. അതാണ് സത്യം. ഞാൻ പറയട്ടെ, ഒരു ബെന്തിക്കോസി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു കാൽവറി ഇല്ലായിരുന്നു. ഒരു പെന്തിക്കോസി അന്ന് ആ മാളികയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെന്തിക്കോസ്തിക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു? ഒരു കാൽവറി ഉണ്ടായിരുന്നു. കാൽവറിയുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടൂ? പെന്തിക്കോസ്തിയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടൂ. മാമോദീസ എത്ര നേരവാച്ച ഇല്ലയോ? എത്ര നേരവാ? വെള്ളം മുക്കി കാര്യം നടത്തി ഇനി വീട്ടിൽ വീണം. എന്തൊരു നേരമല്ലേ മക്കളെ! സങ്കടപ്പെട്ട് നിൽക്കണം, സഹനം ഉണ്ടാവണം. കാൽവറിയുടെ വേദനയിലൂടെ മാത്രമേ ആ കുഞ്ഞിനെ നിനക്കെന്ത് കിട്ടും? ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭേ. പരിശുദ്ധാത്മാവിന്റെ നൽവരം കിട്ടണമെങ്കിൽ സഹനം ഉണ്ടാവണം. കല്യാണം എത്ര നേരം വെച്ചാ പിടിച്ചെടുത്ത് കാല് കഴിക്കത്തില്ലേ? 1 മണിക്കൂറോളം പിടിച്ചു നിർത്തുക. ഇങ്ങനെ 1 മണിക്കൂറോളം പിടിച്ചു നിർത്തിയിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ പാരമ്യതയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്ന് പറയുകയാണ്, വനീന്നുടയോൻ കയ്യാൽ മകുടം കോശമിറങ്ങുന്നു മണവാളനെയാചാര്യൻ അണീക്കും മകുടം രമ്യം. സഹനത്തോടെ വേദനയോടെ കണ്ണുനീരോടെ കൈകൂപ്പി നിൽക്കുന്നവന്റെ മുമ്പില്
പരിശുദ്ധാത്മാവ് ഉയരങ്ങളിൽ നിന്ന് കിരീടങ്ങളിലൂടെ ഇറങ്ങി വരുന്ന ആത്മീയ അനുഭവം. പട്ടം കൂടൊക്കെ എത്ര നേരെ വച്ച മുട്ടു തീർത്തുന്നേ പാവം ഷമ്മാശൻ. മുട്ടുവേദനിക്കത്തില്ലേ? അങ്ങനെ മുട്ടുവേദനിച്ച് സങ്കടത്തോടെ നിൽക്കുന്നവനെ പരിശുദ്ധ മദ്ബഹായുടെ ത്രോണോസിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുമ്പോഴാണ് നാം കേൾക്കുന്നത് പാറഗലീത റൂഹ വന്നെത്തി ആവാസം ചെയ്യട്ടിവനിൽ. ഓക്കെ, സഹനത്തിലൂടെ നിന്നപ്പോഴാണ് എന്ത് കിട്ടിയത്? പരിശുദ്ധാത്മാവിനെ കിട്ടുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അച്ചത്തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. കിട്ടത്തില്ല. സങ്കടത്തോടെ സഹനം സഹിക്കുവാൻ, വേദനയോടെ, വെറുപ്പോടെ, വെമ്പരപ്പെടുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ നീ ഒരുക്കമാണോ? പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങൾ ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നീ നെഞ്ചത്തോട് പറയരുത് ദൈവം നിന്നെ കൈവിട്ടെന്ന്. ഇല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. അതാണ് നിനക്ക് സങ്കടം, അതാണ് നിനക്ക് സങ്കടം. നിങ്ങൾ ഇയ്യോബിനെ കുറിച്ച് പഠിച്ചേ. ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ മകനാണ്. എന്താണ് പറഞ്ഞത്? അവൻ എൻ്റെ മകനാണ് സാത്താനെ. നിനക്ക് അവന്റെ ദേഹത്ത് തൊടാൻ സ്വാതന്ത്ര്യമില്ല. പിന്നെയോ അവന് ചുറ്റും ഞാൻ കെട്ടിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ വേലി ഓരോന്നും എടുത്തു, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ചെറുക്കനെ തൊടരുത്, ഇയ്യോബിനെ തൊടരുത്. പിന്നെയോ ഇയ്യോബിന് ചുറ്റുമുള്ള സംരക്ഷണത്തിന്റെ വേലി എടുത്തുവാ. ഓരോ വേലി എടുക്കുമ്പോഴും ഇയ്യോബ് പറയുന്നത് എന്താ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിച്ച ഒരു മകന്റെ അനുഭവം. അപ്പം മരിക്കും, അമ്മ മരിക്കും, പ്രിയപ്പെട്ടവർ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും, ജീവിതത്തിൽ നേടിയെടുത്തതൊക്കെ നഷ്ടപ്പെടും. പക്ഷെ എൻ്റെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം ബലപ്പെടട്ടെ എന്ന് ഹൃദയത്തോട് ചേർത്ത് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ നാം ഉൾക്കൊള്ളുന്നത്. ഇതാണ് സഹനത്തിന്റെ അനുഭവം. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, കാൽവറി ഏൽക്കാതെ, സഹനമേൽക്കാതെ, ദുഃഖവള്ളി പിറവിയെടുക്കാതെ ഒരു ഈസ്റ്ററും ഒരു പെന്തിക്കോസ്തിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സങ്കടങ്ങളിൽ മാത്രമേ ഉദ്ധാനവും പരിശുദ്ധാത്മാ കൃപയുണ്ടാകത്തുള്ളൂ. ഇനി പെന്തിക്കോസ്തി ശുശ്രൂഷ നടക്കുമ്പോൾ 3 വേണ്ട, 1 മതിയെന്ന് നിങ്ങൾ ആരെങ്കിലും പറയൂ? ഇനി പെന്തിക്കോസ്തി ഞായറാഴ്ച നടക്കുമ്പോൾ അച്ഛാ 3 വട്ടം വെള്ളം കോരി വയ്ക്കേണ്ട, 1 വട്ടം തന്നാൽ മതി എന്ന് ആരെങ്കിലും പറയൂ? സഹനം വേണം, സഹനം വേണം. സഹനങ്ങളിലൂടെ മാത്രമേ എന്തിറങ്ങൂ? പരിശുദ്ധാത്മാവ്. തീർച്ചയായും ഈ യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്കുണ്ടാകണം. 5ാമത്, 1ാമത് അച്ഛൻ പറഞ്ഞു ഒന്ന്, 1ാമത് എന്തുണ്ട്? കുഞ്ഞാടിന്റെ രക്തം. അതെന്താണ്? വിശുദ്ധ കുർബാന. പുളിപ്പ്, അതെന്താണ്? വിശുദ്ധ കൂദാശ ജീവിതം. 3 ഫിലാക്ടറി, അതെന്താണ്? ദൈവത്തിന്റെ വചനം. 4 മേഘസ്തംഭം, അഗ്നിത്തൂൺ, അതെന്താണ്? പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധ റൂഹ. 5ാമത് യോസഫിന്റെ അസ്ഥി. സ്നേഹിതരെ, പുറപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുവാൻ തുടങ്ങിയപ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ യോസഫിന്റെ അസ്ഥി കൂടെ കരുതണമെന്ന്. സ്നേഹിതരെ, അതെന്തിനാണെന്ന് ചോദിച്ചാൽ യോസഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഗോത്രം രാജ്യമാക്കിയപ്പോ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു എന്നല്ല, നിങ്ങളെ നയിച്ച പിതാക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്മരിക്കണം. ഈ കനാൻ യാത്രയിൽ ഈ 4 മതി എന്ന് പറയുന്ന സഭക്കാരുണ്ട്. എന്തൊക്കെ മതി എന്നാ? കുർബാന വേണം അച്ഛാ, പിന്നെ കൂദാശ വേണം, പിന്നെ ദൈവവചനം വേണം, പിന്നെ പരിശുദ്ധാത്മാവ് വേണം. വാങ്ങിപ്പോയരെ ഓർക്കണ്ട. ഈ 4 ദളം മതി കനാൻ യാത്രയ്ക്ക്. 5ാമത്തത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ പറയണം, ഈ സഭ നമ്മളെ പഠിപ്പിച്ചത് ഈ കനാൻ യാത്രയ്ക്ക് 4 ദളങ്ങൾ മാത്രമല്ല, 5ാമത്തെ ദളം എൻ്റെ പിതാക്കന്മാരെ, ഈ യാത്രയ്ക്ക് എന്നെ ബലപ്പെടുത്തിയ എൻ്റെ പൂർവികരെ സ്മരിക്കുന്നത് എൻ്റെ പാരമ്പര്യമാണ്. യോസഫ് പറയുന്നു, നീ ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെടുമ്പോ, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ നിങ്ങൾ ആരെയും കൂടെ കൊണ്ടുപോകണം? എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണം. സ്നേഹിതരെ, നാം മാത്രം പോരാ, നമ്മുടെ ഓരോ അനുഭവങ്ങളിലും നമ്മളെ ആരെ ഓർക്കണം? നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരെ ഓർത്തുകൊണ്ടേയിരിക്കണം. നോക്കിയേ, നമ്മളിന്ന് ഒരമ്മയുടെ സ്മരണയെ നിർവഹിക്കുന്നത് അല്ലേ? ആ അമ്മയുടെ സങ്കടങ്ങളിൽ, വേദനകളിൽ നമ്മൾ ആരെ ഓർക്കുകയാണ്? ആ അമ്മയും അമ്മയുടെ മക്കളുടെ സഹനത്തെ ഓർക്കുക അല്ലേ? നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി പെരുന്നാളില്. ആ അമ്മയുടെ ജീവിതാനുഭവങ്ങളെയും ആ അമ്മയെ നമുക്ക് കാട്ടിത്തന്ന പൂർവികരായ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കണം. തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മ ഉണ്ടാകട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ പെരുന്നാളിൽ
നിങ്ങൾ ഇതിന് മുമ്പിൽ കൊടിമരത്തിൽ ഒരു കൊടി നാട്ടിയല്ലേ? ആ കൊടി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അതൊരു രക്തസാക്ഷികളുടെ പ്രതീകമാണ്. തലയില്ല, കൈയില്ല, കാലില്ല, ഉടല് മാത്രമായൊരു ശരീരം. ആ ശരീരത്തിൻ്റെ നിറം ചുവപ്പാണ്. ചുവപ്പിൻ്റെ നടുക്ക് ഒരു വെള്ള കുരിശ്. എന്താണ് അർത്ഥം? ഇത് അർത്ഥമാക്കുന്നത് ഈ കുരിശ് ക്രിസ്തുവാണ്. ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നാം ഉയർത്തിയ ഈ വിശുദ്ധരെ മാത്രമല്ല, ആ വിശുദ്ധർ ഈ ലോകത്തോട് കാട്ടിക്കൊടുക്കുവാൻ ആഗ്രഹിച്ച ക്രിസ്തുവിനെ നാം ഓർക്കണം. അങ്ങനെ ക്രിസ്തുവിനെ മാത്രമല്ല, ആ ക്രിസ്തുവിനെ നമുക്ക് കാട്ടിത്തന്ന വിശുദ്ധരെ നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കണം. തീർച്ചയായും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കുക. പ്രത്യേകിച്ച് നാളെ ഈ നോട്ടീസ് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നു പിതൃസ്മരണയുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ സ്മരിക്കുകയാണ്. തീർച്ചയായും അവരുടെയൊക്കെ കല്ലറകളിൽ മെഴുകുതിരി കത്തിക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിങ്ങൾ പങ്കുകാരാവുകയും ചെയ്യണം. അപ്പോൾ ഈ കനാൻ യാത്രയിൽ, പാലും തേനി ഒഴുകുന്ന ഈ കനാൻ യാത്രയിൽ നിങ്ങൾ കരുതേണ്ടുന്ന 5 വസ്തുക്കളെക്കുറിച്ചാണ്, 5 ദളങ്ങളെക്കുറിച്ചാണ് നാം ഈ രാത്രി ദൈവസന്നിധിയിൽ ചിന്തിച്ചത്. 1, കുഞ്ഞാടിൻ്റെ രക്തം, അത് വിശുദ്ധ കുർബാനയാകുന്നു. 2, പുളിപ്പ്, അത് വിശുദ്ധ കൂദാശ ജീവിതമാകുന്നു. 3, ഫിലാക്ടറി, ദൈവത്തിൻ്റെ വചനമാകുന്നു. 4, മേഘസ്തംഭം, അത് പരിശുദ്ധാത്മാവാകുന്നു. 5, യോസഫിൻ്റെ അസ്ഥി, അത് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാകുന്നു. തീർച്ചയായും സ്വന്തം മക്കളെ ചേതനയറ്റ ശരീരം കണ്ടപ്പോഴും വിശ്വാസത്തിൽ ബലപ്പെടുത്തിയ ആ അമ്മ, ആ മർത്തുസ്മുനി അമ്മയുടെ ആത്മാവിൻ്റെ പകുതിയുടെ പകുതിയെങ്കിലും തമ്പുരാനെ എൻ്റെ ആത്മാവിൽ നിറച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർക്കുവാൻ എന്നെ സഹായിക്കണേ എന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ഈ നല്ല അവസരം നൽകി സ്നേഹപൂർവ്വം ക്ഷണിച്ച അന്നിനായ അച്ഛനോടും നിൻ്റെ എല്ലാ ചുമതലക്കാരുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ.